ഞാൻ ഇന്ന് കുമ്പിടിയിലാണെന്ന് വെച്ചെങ്കിൽ നാളെ മുണ്ടത്തിക്കോടാവും. അതാണ് ഇപ്പോൾ എൻ്റെ അവസ്ഥ കേട്ടോ. ഞാനിപ്പോൾ അതാ 2 ദിവസമായി അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട്. അപ്പോൾ ഇന്ന് വീണ്ടും തിരിച്ച് മുണ്ടത്തിക്കോടേക്ക് പോവുകയാണ് കേട്ടോ. അതാ സീമോൾ ഇതാ റെഡി ആയി നിൽക്കുന്നത്, ഞാനും സീമോളും റെഡി ആയി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾ ചെരുപ്പിടാൻ വേണ്ടിയിട്ടാണ് എനിക്ക് കാണിച്ചു തരുന്നത്. ആരും ഇവിടെ തന്നെയായിരുന്നു, വീട്ടിൽ തന്നെയായിരുന്നു. എൻ്റെ കൂടെ മുണ്ടത്തിക്കോടേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ആരിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. എന്നിട്ട് പിന്നെ 2 ദിവസം കൂടി ഇവിടെ നിന്നിട്ട് ഇന്നാണ് കേട്ടോ തിരിച്ച് ഇങ്ങോട്ട് പോരുന്നത്. മുണ്ടത്തിക്കോടേക്ക് അവിടെ നല്ലച്ചമ്മണ്ടല്ലേ? ഞാനും സീമോളും കൂടിയിട്ട് ഡ്രസ്സൊക്കെ മാറിയതിൻ്റെ ശേഷം അതാ ഉമ്മർത്ത് വന്നിരിക്കുകയാണ് കേട്ടോ. ഉമ്മർത്താണെന്ന് വെച്ചെങ്കിൽ ചൂടെടുത്തിട്ട് വയ്യ. പക്ഷേ ഓട്ടോ ഇപ്പോൾ വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അകത്ത് കയറാതെ ചെരുപ്പൊക്കെ ഇട്ടിട്ട് റെഡി ആയിരിക്കുക. വന്നാൽ പിന്നെ അങ്ങോട്ട് കയറി പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതായത് സീമോളേനെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് ചേച്ചി ഉമ്മയൊക്കെ വാങ്ങുന്നുണ്ട് അവളുടെ അടുത്ത് നിന്നിട്ടാ. അവരുടെ ഉമ്മ വാങ്ങലും കൊടുക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇത് ഓട്ടോ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതായത് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു ഓട്ടോയിൽ കയറിയിട്ട്. ഇനി നേരെ പോണത് അച്ഛമ്മയുടെ കടയിൽ കയറിയിട്ടേ പിന്നെ ഇനി അങ്ങോട്ട് മുണ്ടത്തിക്കോടേക്ക് പോവുള്ളൂ കേട്ടോ. വീടിൻ്റെ അവിടെ നിന്ന് അധികം ദൂരമൊന്നുമില്ല കേട്ടോ കടയിലേക്ക്. പിന്നെ പോണ വഴി തന്നെയാണ് കട. പിന്നെ എനിക്ക് അമ്മയോട് പറയാതെ പോയാൽ എനിക്കൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. അമ്മേനെ കണ്ടിട്ടേക്ക് അവിടെ നിന്ന് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എപ്പോഴും അമ്മയുടെ അടുത്ത് പോയിട്ട് അങ്ങനെ കേട്ടോ പോവാറ്. അപ്പോൾ അത് ഇവർ ഇവിടേക്ക് മെയിനായിട്ട് വരുന്നത് ഇത് കണ്ടല്ലേ, വന്ന വഴി എന്തൊക്കെയാണ് എടുക്കാനുള്ളത് അവർ അങ്ങനെ അവർക്ക് വേണ്ടതൊക്കെ അവിടെ നിന്ന് എടുക്കൂട്ടാ. കേക്കാല്ലേക്ക് നമ്മുടെ കൂടെ ഉണ്ടാ എന്താ വരാത്തതിൻ്റെ കൂടെ വായ പോവാ നമുക്ക്. പിന്നെ ചേട്ടൻ വരുന്നുണ്ട്. പിന്നെ ചേട്ടനല്ല എന്റെ ആരിന്റെ അച്ഛൻ വരുന്നുണ്ടല്ലോ. എന്താ പോരെ എന്താ വേണ്ടത്? അവിടെ നിന്ന് എൻ്റെ കൂടെ ഇല്ല എന്നൊക്കെ പറഞ്ഞതാണ് കേട്ടോ. പക്ഷേ ഇതാ സിപ്പപ്പും മിഠായിയൊക്കെ കിട്ടിയപ്പോൾ 2 പേരും ഓട്ടോറിക്ഷയിൽ കയറി ഇരുന്നിട്ടുണ്ട്. ആര്യനാണ് വരുന്നതിന് വിഷമം, അവിടെ നിന്ന് കുട്ടികളതിനൊക്കെ വിട്ടിട്ട് വരില്ലേ. അപ്പോൾ അതിൻ്റെ വിഷമം ആര്യനുണ്ട്. എന്നാലും കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ സെറ്റായി കേട്ടോ. പിന്നെ എന്താ ഞങ്ങൾ പോണ വഴിക്കുള്ള ഒരു പാടാണ് കേട്ടോ അത്. ഇതിപ്പോൾ റോഡൊക്കെ ശരിയാക്കിയിട്ട് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നടക്കാനുള്ള പാത്ത് വേ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നല്ല രസമുണ്ടായിരുന്നു അവിടെ കാണാൻ. പിന്നെ അതായത് 2 പേരും നല്ല ഉറക്കമായിട്ടുണ്ട്. അത്യാവശ്യം ദൂരം ഉണ്ടല്ലോ വീട്ടിൻ്റെ അവിടെ നിന്നുണ്ട്. അപ്പോൾ വരുന്ന വഴി തന്നെ 2 പേരും നല്ല ഉറക്കമായിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇവിടെ ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു കേട്ടോ. 2 പേരും നല്ല ഉറക്കമായതുകൊണ്ട് തന്നെ ഞാൻ ഓട്ടോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. 2 പേരും അവിടെ കിടന്നിട്ട് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ ആ ചേട്ടൻ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേ അവിടെ ഒരു 1.5 മണിക്കൂർ പോസ്റ്റ് ആയതിൻ്റെ ശേഷം ഞാൻ വരുമ്പോഴേക്കും എന്താ 2 പേരും എണീറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെ ക്ഷീണം മാറ്റം ഓരോ ജ്യൂസൊക്കെ 2 പേർക്കും വാങ്ങിക്കൊടുത്ത് അതൊക്കെ കുടിച്ച് കഴിയുമ്പോഴേക്കും വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ കൊടുക്കുന്ന സാധനങ്ങളൊക്കെ ഞാൻ അവിടെ വെച്ചിരിക്കുക. സീമോളനക്ക് ഞാൻ TV വെച്ച് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഇതൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം. പിന്നെ ആസ് യൂഷ്വൽ അടിച്ചൊരു തുടയ്ക്കണം, അങ്ങനത്തെ പരിപാടിയിലേക്കൊക്കെ കിടക്കണം.